അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ക്ഷേമ ബോർഡിലേക്ക് ജില്ലാ തലത്തിൽ ഏറ്റവും കൂടുതൽ വേതനം അടവ് വരുത്തിയ തൊഴിലുടമയെയും ഏറ്റവും കൂടുതൽ വേതനം കൈപ്പറ്റിയ തൊഴിലാളിക്കുമുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. മഞ്ചേരിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് സംസ്ഥാന ബോർഡ് അംഗം വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. സബ് ഓഫീസുകൾ മുഖാന്തരവും ഇത്തരത്തിലുള്ള ആ മേഖലയിലെ ഏറ്റവും കൂടുതൽ വേതനം കൈപ്പറ്റുന്ന തൊഴിലാളിയെ, ഏറ്റവും കൂടുതൽ വേതനം അടവാക്കുന്ന തൊഴിലുടമയെ കൂടി ആദരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ കുറേ കൂടി തൊഴിലാളികളിലേക്കും തൊഴിലുടമകളിലേക്കും ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പ്രതിനിധി ഇവിടെയുണ്ട്. അവരെ സംബന്ധിച്ച് പുതിയ കാലത്ത് വളരെ എളുപ്പമാണ്. ഒരു കടലാസ് ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയെടുക്കാനൊക്കെ വളരെ എളുപ്പമുള്ള കാലമാണ് തൊഴിലുടമകൾക്ക്. അത്തരം സാധ്യതകളൊന്നും ഉപയോഗപ്പെടുത്താതെ തൊഴിലാളികളോട് പക്ഷപാതിത്വമുള്ളൊരു തൊഴിലുടമയാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന ഒരു തൊഴിലുടമയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആര്യവൈദ്യശാല എന്ന് നമുക്ക് മനസ്സ് തുറന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയും. അവരെ ഈ ഒരു അവസരത്തിൽ അഭിവാദ്യം ചെയ്യാനും ആദരിക്കാനും കൂടി ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും ഉയർന്ന വേതനം കൈപ്പറ്റിയ തൊഴിലാളിയായി കോട്ടക്കൽ ഉപകാര്യാലയത്തിനു കീഴിലെ രജിസ്ട്രേർഡ് തൊഴിലാളിയായ എ അബ്ദുൾ റസാഖിനെ തെരഞ്ഞെടുത്തു. വിജയികൾക്കുള്ള ആദരവും ക്യാഷ് അവാർഡ് തുകയായ 10,000 രൂപ വീതം വിതരണവും ചെയ്തു. ചടങ്ങിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം ബി ഫൈസൽ, യു അഹമ്മദ് കോയ, എം നിസാർ അലി, വി പി ഫിറോസ്, വി പി അബ്ദുറഹ്മാൻ, വി കെ അശോകൻ, ടി മുഹമ്മദ് അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം.